ദൈവനാഥന് മാത്രം ഉണ്ടാകുമാറാകട്ടെ. നാം സഭയുടെ സാമൂഹ്യ പ്രവർത്തനം എന്ന വലിയ ദൗത്യവുമായാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. കാരണം സഭ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അർത്ഥപ്രാണിയായി സമൂഹത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കിടക്കുന്ന വ്യക്തികളുണ്ട്. അവിടെ ലേവ്യനും പുരോഹിതനും മാറിപ്പോയതുപോലെ പോകുവാൻ നമുക്ക് സാധിക്കില്ല. നല്ല ശമരിയക്കാരൻ അവരെ പോയി കണ്ടെത്തി സത്രത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ അവരെ നാം ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നാം നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുവാൻ ആയിരിക്കുന്നത്. വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്ക് ഉണ്ട്. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അങ്ങ് അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദൈവമേ, ദൈവവയല ദൈവത്തിൻ്റെ സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം പിതാവേ. അതിനാൽ അടിയങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ നാം ഇവിടെ സ്പൈസറിൽ അവരുടെ ഒരു ഫ്ലാറ്റിലാണ് നാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് 3 നിലയുണ്ട്. അതിൻ്റെ താഴത്തെ നിലയിലാണ് നാം താമസിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ അവിടെ താഴെ ജനലിലൂടെ എൻ്റെ മകൾ ഇപ്പോൾ UKG-യിലാണ്, 5 വയസ്സായി. അപ്പോൾ ഇങ്ങനെ ആ ജനലിലൂടെ അടുത്തൊരു ഫ്ലാറ്റ്, നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത വേറൊരു ഫ്ലാറ്റുണ്ട്, ഇതേപോലത്തെ ഫ്ലാറ്റാണ്. അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറവകൾ വന്ന് പറക്കുന്നു. അതിങ്ങനെ പറന്ന് താഴോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു. അപ്പോൾ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പപ്പാ, എനിക്കിതുപോലെ വിങ്സ് ഉണ്ടാവണം, എനിക്കും ഇതുപോലെ പറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടു. മമ്മി എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞു, കുഞ്ഞിനെ സൂക്ഷിക്കണം, മുകളിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം. കാരണം കുഞ്ഞുങ്ങളാണ്, ആഗ്രഹത്തിൽ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മുകളിലൊക്കെ കുഞ്ഞ് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറുമ്പോഴോ സ്റ്റെപ്പിൽ കയറുമ്പോഴോ ഒക്കെ സൂക്ഷിക്കണം, അവളിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ദൈവവേല ചെയ്യുവാൻ സഭയ്ക്ക് കഴുകൻ്റെ 2 ചിറക് നൽകി എന്ന് ദൈവം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വെളിപ്പാടുകാരനായ യോഹന്നാനിലൂടെ ഇവിടെ പറയുകയാണ്. ഇവിടുത്തെ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നത് മരുഭൂ അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു വചനം വെളിപ്പാടുകാരനായ യോഹന്നാന് ലഭിക്കുമ്പോൾ അത് നടന്നിട്ടില്ലായിരുന്നു. കാരണം ഇത് ഒരു പ്രവചനമായിരുന്നു. ഇവിടെ ഏകദേശം AD 90കളിൽ ലഭിച്ച പ്രവചനം, AD 95കളിലാണ് ഈ വചനം എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ ലഭിച്ച പ്രവചനം 538 മുതൽ AD 1798 1260 വർഷം നീണ്ടു നിൽക്കുന്ന അന്ധകാര യുഗത്തെക്കുറിച്ച് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പാടുകാരനായ യോഹന്നാനിലൂടെ ദൈവം അവിടെ പ്രവചനമായി നൽകിയിരിക്കുന്നു. ഇന്ന് ദൈവവേല സഭ ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ പോകുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടാകും. ഇവിടെ പറയുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരോട് ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അവിടെ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിശാചായവൻ ഒരിക്കലും ദൈവത്തിൻ്റെ വേല ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ അവിടെ സമ്മതിക്കില്ല. പിശാച് പറയും, നീ
പള്ളിക്കെട്ടിടത്തിൽ മാത്രം ഇരുന്നാൽ മതി. ശബത്തിൽ മാത്രം വരണം, 9:30 വരണം, 12 മണിയാകുമ്പം പൊയ്ക്കോണം. എന്തെങ്കിലും ആവശ്യമുള്ളപ്പം ദൈവത്തോട് വിളിക്കണം, നേടിയെടുത്തോണം. ശബത്തിൽ മാത്രം പള്ളി തുറന്നാൽ മതി. പിന്നെ സന്ധ്യാരാധനയ്ക്ക് സീരിയലെല്ലാം കഴിഞ്ഞു പെട്ടെന്നൊരു പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം, അതോടുകൂടെ നിർത്തിക്കോണം. നിൻ്റെ ആത്മീയ ജീവിതം അങ്ങനെയൊന്നും പാടില്ല. ഇവിടെ നമുക്ക് കഴുകൻ്റെ 2 ചിറകിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞ് പറഞ്ഞത്, വലുതാവുമ്പോൾ അവൾ എനിക്ക് ആത്മീയമായി പറക്കുവാൻ 2 കഴുകൻ്റെ ചിറക് വേണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാടുകാരനായ യോഹന്നാന് ഈ പ്രവചനം ലഭിച്ചു. ഈ ദർശനം ലഭിച്ചതിന് ശേഷം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ AD 538 മുതൽ AD 1798 വർഷം, 1260 ദിവസം എന്ന് പറയുന്ന പ്രവചനകാലം, വർഷം നാം ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ വർഷങ്ങളിൽ ക്രിസ്ത്യാനികൾ വളരെയധികം കൊല്ലപ്പെട്ട അവസ്ഥയാണ് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തിന് ജനങ്ങളുടെ ഇടയിലെത്തുവാൻ സാധിക്കത്തില്ല. അവർക്ക് വേണ്ടി ഇവർ ചെന്ന് പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ല. ഇവർ നേരെ ചെന്ന് നമ്മൾ അവിടെ ചില പുരോഹിതന്മാരുണ്ടായിരുന്നു, അവരെടുത്ത് പോയി പാപപരിഹാര ചീട്ട് മേടിച്ച് പണം കെട്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിടത്തും രോഗശാന്തി കൊടുക്കുവാൻ പാടില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഉപവാസ പ്രാർത്ഥനകളും മറ്റു യോഗവും പാടില്ല. യേശുക്രിസ്തു നമുക്ക് സ്ഥാപിച്ചു തന്ന ശബദിനെ അവിടെ അതിലാരാധിക്കുവാൻ പാടില്ല. ഇങ്ങനെ അന്ധകാര യുഗമായിരുന്നു ഈ 1260 വർഷം. അവിടെ പറന്നുയരുവാൻ കഴുകൻ്റെ 2 ചിറക്, പറന്നുയരുവാൻ കഴുകൻ്റെ 2 ചിറക് സഭയ്ക്ക് ലഭിച്ചു, വിശ്വാസികൾക്ക് ലഭിച്ചു. അവർക്ക് അധികമായി ദൈവവേല ചെയ്യണമായിരുന്നു. അവർക്ക് അധികമായി ദൈവവേല ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവർ നിന്നത് മരുഭൂമിയിലായിരുന്നു. അവിടെ ദൈവം ഒരു സ്ഥലം കണ്ടെത്തി വച്ചിരുന്നു. 1260 വർഷം അവിടെ ഒരു ക്രിസ്ത്യാനിയെ കൊല്ലുമ്പോൾ, ആ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ 2 ക്രിസ്ത്യാനികൾ വരുന്നു. 2 ക്രിസ്ത്യാനിയെ കൊല്ലുമ്പോൾ 4 പേർ വരുന്നു. 50 പേരെ കൊല്ലുമ്പോൾ 100 പേർ വരുന്നു. എവിടെ നിന്നും വരുന്നു? അവരെ എപ്രകാരം സംരക്ഷിക്കുന്നു? അവർക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നു എന്നൊന്നും അറിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ പുതുക്കം പ്രാപിച്ച് ചിറകടിച്ചുയരും എന്ന വചനം മറന്നു പോയിരുന്നു. എന്നാൽ ദൈവത്തിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നവർക്ക് അവർ മനസ്സിലാക്കി അവർക്ക് ഈ വാഗ്ദത്തം നിറവേറുമെന്ന്. അതുകൊണ്ടാണ് വെളിപ്പാടുകാരനായ യോഹന്നാനിലൂടെ നൽകിയത്, എൻ്റെ സഭയ്ക്ക് കഴുകനെ പോലെ 2 ചിറക് നൽകും. ഇന്ന് സഭയ്ക്ക് ആ ചിറകിൻ്റെ ആവശ്യമുണ്ട്. അതിന് ചെയ്യേണ്ടത്, കഴുകൻ അവിടെ തൻ്റെ നഖമെല്ലാം വളരുമ്പോൾ തന്നെ പുതുക്കം പ്രാപിക്കുവാൻ തൻ്റെ നഖമെല്ലാം ഉടച്ച് കളഞ്ഞ് തൻ്റെ ചിറകെല്ലാം പറഞ്ഞ് പുതിയ ചിറക് വരും. ഇന്ന് നമ്മുടെ പഴയ മനുഷ്യനായ നമ്മുടെ എല്ലാ നഖമാകുന്ന നമ്മുടെ പാപവും ആ പഴയ ജീവിതമാകുന്ന ചിറകും തൂവലുമെല്ലാം പറഞ്ഞു പോയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ച് ചിറകടിച്ചുയർന്ന്, കഴുകനെന്ന് പറയുമ്പോൾ മറ്റു പക്ഷികളെ നോക്കില്ല, ഒറ്റയ്ക്ക് പറന്നുയരും. ഞാനും 1000 പേരുമല്ല ബലം, ഞാനും എൻ്റെ ദൈവവുമാണ് ബലം. 1000 പേർ വീഴ്ന്നോട്ടെ, 10,000 പേർ വീഴ്ന്നോട്ടെ, ഞാൻ എൻ്റെ ദൈവവുമായി നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് ബാധിക്കില്ല. വെളിപ്പാടുകാരന് ഈ പ്രവചനം ലഭിച്ചു. അത് നിവർത്തിയായപ്പോൾ ഓരോ സുവിശേഷ വേലക്കാരനും അന്ധകാര യുഗത്തിൽ ദൈവത്തിൻ്റെ വചനം ഏന്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന ഏന്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴുകനെ പോലെ പറന്നുയർന്നു. എന്നാൽ പലപ്പോഴും മറക്കുന്നൊരവസ്ഥ, ഈ ദർശനം ലഭിച്ചപ്പോൾ
വെളിപ്പാടുകാരനായ യോഹന്നാനും അങ്ങനെ ഒരു ചിറക് ദൈവം കൊടുത്തിരുന്നു. പത്മോസ് ദ്വീപിലിരുന്നാണ് ഈ ദർശനം ലഭിച്ചത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ സാഹചര്യം വേണം, ധനം വേണം, ഒരു ഓഫീസ് വേണം, അതിന് കറങ്ങുന്ന ചെയർ വേണം, പിന്നെ അതിൻ്റെ ബാറ്റ് വേണം, അതിൻ്റെ ട്രാവൽ അലൗൺസ് വേണം. ഇതെല്ലാം ഉണ്ടായിരുന്നാൽ മാത്രമേ ദൈവവേല ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഒന്നുമില്ല, അടുത്ത നിമിഷം മരിച്ചാൽ ഉടനെ തിന്നുവാൻ വേണ്ടി കഴുകൻ വന്ന് അടുത്തിരിക്കുകയാണ് പത്മോസ് ദ്വീപിൽ, വെളിപ്പാടുകാരനായ യോഹന്നാൻ്റെ അടുത്ത്. അവിടെ നിന്നും ആ കൂരിരുട്ടും കുറ്റാക്കൂരിരുട്ടും ഒരു ജലം പോലുമില്ല. ഒന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞാൽ കേൾക്കുവാൻ ആരുമില്ല. ചുറ്റും ഉപ്പുവെള്ളം മാത്രം. ആ ദ്വീപിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് യേശുക്രിസ്തു എനിക്ക് ധൈര്യം പകർന്നു എന്ന വിശ്വാസത്തോടു കൂടി ആയിരുന്നപ്പോൾ യേശുക്രിസ്തു അവിടെ കഴുകൻ്റെ പുതുക്കം വെളിപ്പാടുകാരനായ യോഹന്നാന് നൽകിയപ്പോൾ, ഇതാ സഭ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ പോകുന്നു, അവർക്ക് ഞാൻ കഴുകൻ്റെ ചിറക് നൽകും എന്ന് യേശുക്രിസ്തു വെളിപ്പാടുകാരനായ യോഹന്നാന് കാണിച്ചു കൊടുത്തു. അത് നമുക്കിപ്പോൾ ചരിത്രമായിരിക്കുന്നു. AD 538 മുതൽ AD 1798 വരെയുള്ള കാലങ്ങൾ അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന സമയത്ത് അവർ ഓരോ ദിവസവും കഴുകനെ പോലെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം ദൈവജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ആ വചനം നമ്മൾ എത്തിക്കുന്നുണ്ടോ? ഇന്ന് അവസരങ്ങൾ നമുക്കുണ്ട്, എന്നാൽ എത്തിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കഴുകനെ പോലെ 2 ചിറക് നമുക്ക് ആവശ്യമുണ്ട്. അതിന് നാം പുതുക്കം പ്രാപിക്കണം. ഇന്ന് നാം നോക്കുമ്പോൾ വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇന്ന് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ കോപിക്കുന്ന മഹാസർപ്പം, ആ സത്യസഭ ഏതാണെന്ന് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന സത്യസഭ ദൈവത്തിൻ്റെ വചനം അതേപടി പഠിക്കുകയും യേശുവിൻ്റെ വിശ്വാസമാകുന്ന, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാകുന്ന ആ പ്രത്യാശ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയാൽ നേടിയെടുക്കുന്ന സഭ ഇന്ന് ഏതാണ്? ആ സഭ ത്രിവിധ ദൂതിനെ കുറിച്ച് നമുക്കറിയാം, ശബദിനെ കുറിച്ചറിയാം, സ്ത്രീയെക്കുറിച്ചറിയാം, 666 എന്താണെന്നറിയാം, മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നറിയാം. എന്നാൽ ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും നാം പുതുക്കം പ്രാപിച്ചിട്ടുണ്ടോ? പിശാച് കോപിച്ച് തന്ത്രപൂർവം നമ്മുടെ സഭയെ പിന്മഴയുടെ അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി മാറിപ്പോകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതിനു മുൻപേ പറഞ്ഞ്, നിനക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയെ മാറ്റുവാൻ പറഞ്ഞാൽ മാറിപ്പോകും. എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ അത് മാറിപ്പോകത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ വളരെ തടസ്സമായി നിൽക്കുന്നു. കാരണം ജനങ്ങൾക്ക് രോഗശാന്തി വേണം. ജനങ്ങൾക്ക് രോഗശാന്തി മതി എന്നല്ല ഞാൻ പറഞ്ഞത്, രോഗശാന്തി വേണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ നിറവേറണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നിറവേറാതെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം അവരുടെ ഇടയിൽ എത്തിക്കുന്നത്? ഇതെല്ലാം നിറവേറണമെങ്കിൽ
ഒരു ഭവനത്തിൽ രോഗശാന്തി കൊണ്ടെത്തിക്കണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, അവന് സ്വഭാവ രൂപീകരണം വേണമെങ്കിൽ ഈ വചനം അവൻ എത്തിക്കണം. ഈ വചനം അവൻ എത്തിക്കണമെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ വിശ്വാസം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നേടിയെടുക്കുവാൻ സാധിക്കില്ല. തുറക്ക് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിനെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ഇന്ന് ഹൃദയത്തിൻ്റെ വാതിൽ മാത്രമല്ല, നമ്മുടെ സഭയുടെ വാതിൽ നിന്നും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരാധന ദിവസം മാത്രം ഒരു 4 മണിക്കൂർ സഭയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. എന്നാൽ നോക്കുമ്പോൾ സഭയിൽ ചുറ്റുമുള്ള സഭയിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ സഭയിൽ ചുറ്റുമുള്ള ജനങ്ങൾ ഓരോ ആവശ്യങ്ങളാൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ഒന്നും ചെയ്യണ്ട, നിൻ്റെ സഭ ഒന്ന് തുറന്നിട്ടിട്ട് അവർക്ക് വേണ്ടി ഉപവാസത്താലും പ്രാർത്ഥനയാലും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അവരുടെ ആവശ്യം ദൈവം നടത്തിക്കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒരു തടസ്സവും കൂടാതെ അവരുടെ ഇടയിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ചിറകാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളൊരു ചിറക് നമുക്കിന്ന് ആവശ്യമുണ്ട്. ആ ചിറക്, കഴുകൻ്റെ ചിറക് വേണമെങ്കിൽ നാം ക്രിസ്തുവിൽ പുതുക്കം പ്രാപിക്കണം. ക്രിസ്തുവിൽ പുതുക്കം പ്രാപിക്കണമെങ്കിൽ പഴയ മനുഷ്യനെ വിടുവാൻ നാം തയ്യാറായിരിക്കണം. അങ്ങനെ പഴയ മനുഷ്യനെ വിടുവാൻ ഞാൻ തുടങ്ങുമ്പോൾ നമുക്ക് കഴിയത്തില്ല. അതിന് നമ്മൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മുടെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ജീവൻ പകരണമെങ്കിൽ എൻ്റെ പഴയ മനുഷ്യൻ മരിക്കണം. അല്ലാതെ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ജീവൻ പകരില്ല. എൻ്റെ ജീവിതത്തിലെ പഴയ മനുഷ്യൻ മരിക്കണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മരിക്കില്ല. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ ജാതി ഉപവാസത്താലും പ്രാർത്ഥനയുമല്ലാതെ മാറിപ്പോകില്ല. നാം ശബത്ത് ദിവസം മാത്രം, ആരാധന ദിവസം മാത്രം ഒരു 4 മണിക്കൂർ സഭ തുറന്നു വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കൽ ചത്ത യേശുവിനെ ആരാധിക്കുന്നവർ, ചത്ത യേശുവിനെയല്ല ആരാധിക്കുന്നത്. ദൈവകൽപ്പനയെ മുറുകെ പിടിക്കുന്ന യേശുവിനെ ആരാധിച്ചുകൊണ്ട് ജീവനുള്ള യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ സാക്ഷീകരിക്കുമെന്നൊരു ധൈര്യം ഇന്ന് നമ്മുടെ സഭയ്ക്ക് ആവശ്യമാണ്. അതിന് സഭ തുറന്നിരിക്കണം. ഓരോ ആവശ്യങ്ങളുമായി സഭാ ശുശ്രൂഷകന്മാർ സഭയ്ക്കുള്ളിലുണ്ടായിരിക്കണം. സഭ സകല ജാതികൾക്കും പ്രാർത്ഥനാലയമാണ്. അവിടെ ആ വലിയ അമ്പലത്തിൽ അവിടെ ആ നല്ല ശമരിയക്കാരൻ അർത്ഥപ്രാണിയായതിനെ കൊണ്ടുവന്നതുപോലെ അവിടെ ലേവിയും പുരോഹിതനും സഭയിൽ മാത്രം അവൻ സഭയിലേക്ക് കടന്നു വരട്ടെ, അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദിനം പ്രതി സഭ തുറന്നു വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭ യൗവനത്തിലെ ഓടുന്ന യൗവനത്തിലെ പറക്കുന്ന കഴുകനെ പോലെ, യൗവനത്തിലോടുന്ന കുതിരയെ പോലെ നമ്മുടെ സഭ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി നാം യൗവനക്കാരെ പോലെ ആത്മീയ വർദ്ധവിൽ ആയിക്കൊണ്ട് നമ്മൾ പറന്നുയരും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വെളിപ്പാടുകാരനായ യോഹന്നാൻ തിളച്ച എണ്ണയിൽ ഇട്ടു, മരിച്ചില്ല. മരിക്കുവാൻ വേണ്ടി പത്മോസ് ദ്വീപിൽ കൊണ്ടാക്കി, പുതുക്കം പ്രാപിച്ചു, ദർശനം ലഭിച്ചു. AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടം കൂടെ അടങ്ങുന്ന പല ദർശനങ്ങളും അവിടെ വെളിപ്പാടുകാരനായ യോഹന്നാന് ലഭിച്ചു. അതിൽ സഭയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കഴുകൻ്റെ ചിറക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ സഭ മരിച്ചു കിടക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിക്കൊടുക്കുന്നില്ല. അതിലൂടെ ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നില്ല.
ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നേടിക്കൊടുക്കുന്നില്ല. സഭയ്ക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. സഭയിൽ അടുത്ത് താമസിക്കുന്നവർക്ക് വരെ ഈ സഭയെക്കുറിച്ചുള്ള നല്ല മതിപ്പില്ല. നമ്മുടെ സഭ ഇന്ന് മരിച്ചു കിടക്കുകയാണ്. കഴുകൻ്റെ ചിറകിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ പറ്റില്ല. പത്മോസ് ദ്വീപിൽ ഒരു വെള്ളവും കുടിക്കാതെ ഉപവാസത്താലും പ്രാർത്ഥനയാലുമായിരുന്ന വെളിപ്പാടുകാരനായ യോഹന്നാന് കർത്തൃദിവസത്തിൽ ആത്മപരിവശനായി. ബാക്കി 6 ദിവസവും നമ്മുടെ സ്വന്തം കാര്യവും നോക്കിയിട്ട് നമ്മളുടെ സ്വന്തം ഇഷ്ടവും ചെയ്തുകൊണ്ട് 7-ാമത്തെ ദിവസം 4 മണിക്കൂർ വന്ന് എനിക്ക് ആത്മപരിവശനം വേണം, എനിക്ക് സ്വർഗത്തിൽ നിന്നും എനിക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ രോഗസൗഖ്യം വേണം, എനിക്കിപ്പോൾ പിന്മഴ ഈ നിമിഷം ഒരു തടസ്സവും കൂടാതെ ഇപ്പോൾ തന്നെ വരണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്മഴയല്ല, പിന്നിൽ നിന്നും വലിയൊരു അടിയായിരിക്കും വരുവാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഓരോ ദിവസവും നാം പുതുക്കം പ്രാപിക്കണം. വെളിപ്പാടുകാരനായ യോഹന്നാൻ്റെ സാഹചര്യം മറന്നുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും നിന്നപ്പോൾ ആത്മപരിവശനായി. ഇന്ന് നമുക്ക് പിന്മഴയുടെ അനുഭവം വേണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം ആയിരിക്കുമ്പോൾ പിന്മഴയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കും. ആ പിന്മഴയുടെ അനുഭവം ഉണ്ടായിരിക്കുമ്പോൾ പഴയ മനുഷ്യനല്ലായിരിക്കും, പഴയ സ്വഭാവമല്ലായിരിക്കും, പഴയ ജീവിതമല്ലായിരിക്കും. ക്രിസ്തുവേശുവിൽ പുതിയ ജീവിതം നമുക്കുണ്ടായിരിക്കും. ആ പുതിയ ജീവിതം പ്രാപിച്ചുകൊണ്ട് സഭയിൽ ആത്മീകമായി ആത്മീകത വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ധൈര്യത്തോടും വിശ്വാസത്തോടും ചെന്ന് സഹോദര സഹോദരി, നിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിനക്കത് നേടിയെടുക്കുവാൻ സാധിക്കും, വിശ്വാസമായിരിക്കുക, വിശ്വാസത്തോടുകൂടെ ഇരിക്കുക എന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് അവരതിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പടിപ്പടിയായി അവർക്ക് നൽകി സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ സാധിക്കും. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം ഇതുതന്നെയാണ്. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രസംഗിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അതിന് കഴുകനെ പോലത്തെ ചിറക് ആവശ്യമുണ്ട്. ആ ചിറകിൻ്റെ പുതുക്കം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ആവശ്യമുണ്ട്. അതിന് സഭ ആരാധന ദിവസം ശബത്ത് ദിവസം മാത്രം തുറന്ന് 4 മണിക്കൂർ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പാടിയിട്ട് പോയാൽ പോരാ. ഓരോ ദിവസവും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മൾ 6 ദിവസവും എപ്രകാരം ജീവിക്കുന്നോ അതാണ് ശബത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം. 6 ദിവസവും തോന്നിയതുപോലെ ജീവിച്ചിട്ട് ശബത്തിൽ വന്ന് അനുഗ്രഹം നേടാൻ നിന്നാൽ ശാപമല്ലാതെ അനുഗ്രഹം നേടില്ല. നമ്മുടെ സഭ ഇങ്ങനെയാണ് നശിക്കുന്നത്. ഓരോ ദിവസവും പ്രാർത്ഥനയാൽ അനുഗ്രഹം നേടുക. തീർച്ചയായിട്ടും നമ്മുടെ സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അങ്ങടിയങ്ങളെ ബലപ്പെടുത്തി പിതാവേ. ദൈവമേ, കഴുകൻ്റെ 2 ചിറക് പിതാവേ ആദ്യകാല സഭകൾക്ക് നൽകിയതുപോലെ അടിയങ്ങൾക്കും അങ്ങ് നൽകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾ പറന്നുയർന്ന് അർത്ഥപ്രാണിയായവരെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചേർക്കട്ടെ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.